വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ അടക്കം വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ക്യാമ്പയിൻ. കെ.സി. വേണുഗോപാലിനോട് നോ പറയുക, വി.ഡി. സതീശനെ പിന്തുണയ്ക്കുക എന്നാണ് ക്യാമ്പയിൻ. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് ഇമെയിൽ അയക്കാൻ നിർദ്ദേശമുണ്ട്. റിനു ശ്രീധർ ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഈ മുഖ്യമന്ത്രി ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കോൺഗ്രസിൽ നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങൾ നടക്കുന്ന ഒരു ഘട്ടമാണല്ലോ. എന്താണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഇപ്പോൾ സംഭവിക്കുന്നത്, റിനു? ഉന്മേഷ, സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഫലം വരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കം ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കെ.സി. വേണുഗോപാൽ പക്ഷവും അതുപോലെ തന്നെ വി.ഡി. സതീശൻ പക്ഷവും വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ UK അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ കോൺഗ്രസ് അനുകൂല സംഘടന വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം, ഒപ്പം കെ.സി. വേണുഗോപാലോട് നോ പറയണമെന്ന സന്ദേശം നൽകിക്കൊണ്ട് ഈ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരുടെ ഈ മെയിൽ ID കൂടി ഈ സന്ദേശത്തിനൊപ്പം വെക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ഈ ഇമെയിൽ സന്ദേശം വഴി ഇവരെ അറിയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ സന്ദേശത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത്തരത്തിൽ സന്ദേശം അയച്ച ഈ കോൺഗ്രസ് നേതാക്കളെ, അതായത് ദേശീയ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കുക എന്ന് തന്നെയാണ് ഈ ഒരു തന്ത്രം. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു PR വർക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം ഉന്നയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അത്തരത്തിലൊരു PR വർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം ഈ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം തന്നെ കോൺഗ്രസ് അനുകൂല മലയാളി സംഘടനകളുടെ നേതാക്കൾ എന്ന് പറയുന്നവർ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം നേതാക്കൾ ഇടുന്ന സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ളവർ ഇത്തരത്തിൽ ഇമെയിൽ സന്ദേശം അയക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ നീക്കം മനസ്സിലാക്കിക്കൊണ്ട് കെ.സി. വേണുഗോപാലും നിരവധി ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതായത് വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ വിജയിച്ചു വരും എന്നുറപ്പുള്ളവരുടെ ലിസ്റ്റ് അടക്കം എടുത്തുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുന്നോടിയായി തന്നെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കം ഉടലെടുത്തു കഴിഞ്ഞു. ഉന്മേഷ്.